ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിൽ തുടർ പരിശോധനകൾ നടത്താൻ ഒരുങ്ങി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ. ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത ഫയലുകൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ഇന്നലെ 10 മണിക്കൂറോളമാണ് ആശീർവാദ് സിനിമാസിൽ ഇൻകം ടാക്സ് പരിശോധന നടത്തിയത്. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഇന്നും പരിശോധന നടത്താൻ തന്നെയാണോ തീരുമാനം? എന്തൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന? ഗുഡ് മോർണിംഗ് ആതിര. ഇന്ന് പരിശോധന നടത്താൻ തന്നെയാണ് ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നായിരിക്കില്ല, ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ തുടർ ദിവസങ്ങളിലായിരിക്കും പരിശോധന ഉണ്ടാവുക. കാരണം ഇന്നലെ ആന്റണി പെരുമ്പാവൂരിൻ്റെ ചിറ്റൂർ റോഡിലുള്ള ഓഫീസ്, ആശീർവാദ് ഫിലിംസിൻ്റെ ഓഫീസിൽ 10 മണിക്കൂറോളമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. നേരത്തെ തന്നെ ഈ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നികുതി വെട്ടിപ്പ് നടക്കുന്നതായുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇൻകം ടാക്സിൻ്റെ പരിശോധന ശക്തമാക്കിയത്. എന്തായാലും നിരവധി രേഖകൾ ഇന്നലെ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ രേഖകളൊക്കെ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ പരിശോധന ഉണ്ടാവുക. എന്തായാലും തുടർ പരിശോധന നടത്താൻ തന്നെയാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിർമ്മാതാക്കൾ തമ്മിലുള്ള ആശയ സമരം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ വലിയ രീതിയിൽ ആന്റണി പെരുമ്പാവൂരിനെ വിമർശിച്ചിരുന്നു. അദ്ദേഹം തനിക്കെതിരെ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇനിയൊരു സന്ധ്യസംഭാഷണത്തിലില്ല എന്നുള്ളതൊരു മറുപടിയായിരുന്നു സുരേഷ് കുമാർ നൽകിയത്. അതിനുശേഷമാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഓഫീസിൽ ഈ പരിശോധന വന്നിരിക്കുന്നതും. അതായത് പരസ്പരം ഇവർ തമ്മിലുള്ള പോരിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുഴപ്പങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആന്റണി പെരുമ്പാവൂരിൻ്റെ ഓഫീസിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല. ഇന്നലെ ആ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് ആശീർവാദ് ഫിലിംസിൻ്റെ ഓഫീസിൽ പരിശോധന നടത്തിയത്. പ്രത്യേകിച്ചും ഇപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന, എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ചിത്രം റിലീസിനായി ഒരുങ്ങിയിരിക്കുകയാണ്. അത് ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ആ ചിത്രത്തിൻ്റെ റിലീസിങ് കൊണ്ടുവരിക. അദ്ദേഹം തന്നെയാണ് നിർമ്മാതാവും. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയും നടക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിൻ്റെ ഓഫീസിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിർമ്മാതാക്കൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഇനി തുടർ ദിവസങ്ങളിൽ മറ്റ് ഓഫീസുകളിലും പരിശോധനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം നിർമ്മാതാക്കളുടെ ഒരു വിഭാഗം ആന്റണി പെരുമ്പാവൂരിൻ്റെ പക്ഷം ചേർന്നും മറ്റൊരു വിഭാഗം ജി സുരേഷ് കുമാറിൻ്റെ പക്ഷം ചേർന്നും 2 തട്ടുകളായി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പരസ്പരമുള്ള പോരിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പരിശോധനകൾ വരികയാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.